പൊങ്കാലയ്ക്ക് ശേഷം യുദ്ധകാലാടിസ്ഥാനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി തിരുവനന്തപുരം നഗരസഭ 3204 ശുചീകരണ തൊഴിലാളികളെയാണ് നഗരം ശുചീകരിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. ബാക്കിയാവുന്ന ഇഷ്ടികകൾ അതിദരിദ്ര വിഭാഗത്തിലെ കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണത്തിന് നൽകുന്നതിന് നഗരസഭയുടെ നേതൃത്വത്തിൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഒരു റിപ്പോർട്ട്. പൊങ്കാല കഴിഞ്ഞ് മടങ്ങുന്ന തിരക്കാണ്. നഗരത്തിന്റെ ഒരു സൈഡിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്നവരാണ്. എന്നാൽ മറു സൈഡിൽ മറ്റൊരു ദൃശ്യമാണ്. ഈ പൊങ്കാല അടുപ്പുകളും മറ്റ് മാലിന്യങ്ങളും ഒക്കെ നീക്കം ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികൾ രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. 3 മണി മുതലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇവർ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ശുചീകരണ തൊഴിലാളികളാണ്. ഇവർ ഇങ്ങനെ കരുതിയിരിക്കുമായിരുന്നു, സമയമാവുന്നതിന് വേണ്ടിയായിരുന്നു. 3 മണിക്ക് തന്നെ ഇവർ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചേച്ചി, ജോലികളൊക്കെ തുടങ്ങി അല്ലേ? എങ്ങനെയുണ്ട്? ഇനിയിപ്പോ രാത്രി 2 മണി 3 മണിയൊക്കെ ആവും. നമ്മൾ കഴിഞ്ഞ വർഷത്തെ അനുഭവം എങ്ങനെയായിരുന്നു? കഴിഞ്ഞ വർഷത്തെ ഇതുപോലെ തന്നെയായിരുന്നു. നല്ല ചവറും ഇതെല്ലാം ഉണ്ടായിരുന്നു. രാത്രിയായി നമ്മൾ പോയ വെളുക്കാറായി പോയപ്പോ 4 മണിയൊക്കെ ആയി നമ്മൾ പോയപ്പോഴത്തേക്ക്. ചേച്ചി സജീവമായല്ലോ വീണ്ടും അല്ലേ? അതെ. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം 3 മണിയായി വെളുപ്പിനെ. ഇനിയിപ്പം ചിലപ്പോ അറിയില്ല, 3 ഇനി 2 മണി. അതെ. ഞങ്ങള് നല്ല കട്ടക്ക്. ഞങ്ങൾക്ക് ഇവിടുന്ന് തുടങ്ങി പബ്ലിക് ഓഫീസിന്റെ താഴോട്ട്, പിന്നെ മെയിൻ ഓഫീസ്, കോർപ്പറേഷൻ ഓഫീസ് കറങ്ങി പബ്ലിക് ഓഫീസ്, നന്ദാവനം, DCC, ഇങ്ങനെയുണ്ട്. ഞങ്ങൾക്ക് വലിയൊരു ഏരിയ. ഞങ്ങളെ ടീമിൽ 15 ആണും. അപ്പൊ എല്ലാ സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടല്ലേ? കോർപ്പറേഷന്റെ എല്ലാ സജ്ജീകരണവും തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. എന്തായാലും ഈ പറയുന്ന ഈ അടുപ്പുകൾ, കട്ടകൾ, ഇത് കട്ടകളെല്ലാം നിങ്ങൾ തന്നെയാണ് നീക്കം ചെയ്യുന്നത്? കട്ടകളൊക്കെ ഞങ്ങൾ കുറെയൊക്കെ നീക്കം ചെയ്യും. വണ്ടിക്കാർ വേറെ ഉണ്ട് കട്ട നീക്കം ചെയ്യാൻ വേണ്ടി, വേറെയുണ്ട്. അപ്പം എന്ത് ആഘോഷമായാലും അല്ലെങ്കിൽ ഉത്സവങ്ങളാകട്ടെ ആഘോഷമാകട്ടെ, ഇവർക്ക് ശുചീകരണ തൊഴിലാളികൾക്ക് യാതൊരു തരത്തിലുള്ള വിശ്രമവുമില്ല. അവർ അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കുകയാണ്. നല്ല തിരക്കാണല്ലേ? ഇനിയിപ്പം മാസ്ക് ഒന്നും വെച്ചിട്ടില്ലേ? മാസ്ക് ഒക്കെ ഉണ്ടല്ലേ? എന്താ നല്ല തിരക്കുണ്ടായിരുന്നു. പൊങ്കാലകളെല്ലാം കഴിഞ്ഞ ആളുകൾ വീടുകളിൽ പോയി ഞങ്ങളെ ജോലികൾ ഞങ്ങൾ തുടങ്ങി. എല്ലാ വർഷവും ഞങ്ങൾ ശുചീകരണം നടത്തുന്നതാണ്. നേരം വെളുക്കുമ്പോൾ റോഡ് നല്ല ക്ലീൻ ആണ്. പൊങ്കാല ഇട്ടെന്ന് പോലും അറിയില്ല. അറിയില്ല. ആ രീതിയിൽ ഞങ്ങൾ ക്ലിയർ ചെയ്ത് ഇടും. അപ്പൊ രാത്രിയാകുമ്പോൾ വണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് റോഡ് കഴുകിയിട്ട് നഗരസഭ എല്ലാം നല്ല ക്ലിയർ ആക്കി ചെയ്തു കൊടുക്കും. അതിനല്ല നമ്മളെ ഇപ്പോഴത്തെ മേയർ അതിനൊക്കെ നല്ല സപ്പോർട്ടാണ്. അപ്പൊ ഈ കോർപ്പറേഷന്റെ ഈ ആരോഗ്യ വിഭാഗം ശുചീകരണ തൊഴിലാളികളാണ്. അവർ നഗരം ശുചീകരിക്കാനായിട്ട് രംഗത്തിറങ്ങി. ഇനി വെളുപ്പിനെ 3 മണിക്ക്, കഴിഞ്ഞ വർഷമൊക്കെ 3 മണിക്കാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ അവസാനിച്ചത്. എന്തായാലും ഈ നഗരം പൂർവ്വസ്ഥിതിയിലായതിനു ശേഷം മാത്രമേ ഇവർ വീടുകളിലേക്ക് മടങ്ങിയുള്ളൂ. അങ്ങനെ ഒരു ടീമാണ്. ഇവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും സത്യരാജിനോടൊപ്പം B. ശ്രീകുമാർ.